നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് എനിക്ക് അറിയില്ല ക്വസ്റ്റ്യൻ എങ്ങനെ ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്താവുമെന്ന് എനിക്കും അറിയില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, നിങ്ങൾക്ക് സ്നേഹം കിട്ടുമോ, നിങ്ങളുടെ ലവ് ലൈഫ് എന്ന് പറയുന്ന പോലെ അതിൽ നമുക്ക് മുന്നോട്ട് എന്താണ് നോക്കാം. ഓൾറെഡി ഉള്ള വ്യക്തികളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി വരുമോയെന്നായിരിക്കാം. റിലേഷൻഷിപ്പ് ജനറലി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്നേഹം എന്ന രീതിക്ക്, ഓക്കെ, ഞാൻ അങ്ങനെയാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സി എന്താ വരുന്നത് നോക്കാം. ഒരു വ്യക്തി വരുന്നതാണോ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വ്യക്തികളുമായിട്ട് എന്താണ് റിലേഷൻഷിപ്പ് മുന്നോട്ട്, വാട്ട് ഈസ് കമ്മിങ് ഇൻ യുവർ ലവ് ലൈഫ് എന്ന രീതിക്ക് നോക്കാം. അതാണ് ക്വസ്റ്റ്യൻ, അതാണ് കേട്ടോ. ഓക്കെ, ആൻഡ് താല്പര്യമുള്ളവർ ഫസ്റ്റ് റീഡിങ്സിന് കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ മീൻസ് അത് മാത്രമല്ല, ഞാനൊരു ഗ്രൂപ്പ് സെഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് അത് കേട്ടിട്ട് എനിക്ക് പേഴ്സണലി നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഓരോരുത്തരോടും ഒരുപാട് സമയം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി അത് പറയുമ്പോഴും അതിൽ ഗൈഡ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്കും അത് ഹെൽപ്ഫുള്ളായിട്ടിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു റെഗുലറായിട്ട് ചെയ്തു പോകാനുള്ള ചെറിയൊരു അഡ്വൈസ് ഗൈഡൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരു സെഷൻ അങ്ങനെ ആയിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഓക്കെ, വാട്ട് ഈസ് കമ്മിങ് ഇൻ യുവർ ലവ് ലൈഫ് എന്ന് നോക്കാം. സോ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പേഴ്സണിനെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചോളൂ. ഓക്കെ, ആ പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്നേഹം എന്ന രീതിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് നോക്കാം. ലെറ്റ്സ് സി. നൈറ്റ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഹയറോഫന്റ്, Death card, Queen of Wands. Okay. 5 of Wands, 3 of Swords, Queen of Swords. ഓക്കെ, സി ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ മെയിനായിട്ട് എനിക്ക് കാണുന്നത്, ഓക്കെ, ഒരു നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരു വ്യക്തി ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഓക്കെ, ഇല്ലെങ്കിൽ വരും, ഒരു പുതിയ വ്യക്തി വരും എന്നും പറയാം. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ആ പേഴ്സണുമായിട്ട് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഈഗോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കോമ്പറ്റീഷൻ എന്ന രീതി കാണുന്നുണ്ട്. സോ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കൂടി ഉണ്ട്. 3 of Swords ഉണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ട്രസ്റ്റ്, അതായത് നിങ്ങളുടെ ട്രസ്റ്റ് അവർ ബ്രേക്ക് ചെയ്തു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒരു വിശ്വാസക്കുറവ്, നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ട്രസ്റ്റ് ഇല്ല, രണ്ടുമായിരിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറച്ച് ഒരു ഹാർട്ട് ബ്രേക്ക്, ടെൻഷൻ, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടായിരിക്കാം. ഓക്കെ, ഗോസിപ്പ് ആയിരിക്കാം, നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഒക്കെ ഗോസിപ്പ് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒന്ന് കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ സൂക്ഷിക്കുക. ആക്ച്വലി നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ വാക്കുകൾ പ്രത്യേകിച്ചും കേൾക്കാതിരിക്കുക, നിങ്ങൾ അത് കേട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് സമാധാനത്തിൽ തീർക്കാൻ ശ്രമിക്കുക മാക്സിമം. വേറെ ആരുടെയും വാക്ക് കേട്ട് ചാടരുത്. ഓക്കെ, അന്ന് മാത്രമല്ല, ഇവിടെ മേ ബി ഇപ്പോഴത്തെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസിലായിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരും ആവാം, ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം. ഓക്കെ, അങ്ങനെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ എനർജി എനിക്ക് കാണുന്നുണ്ട്. പേഴ്സൺ ഒരല്പം ഇവിടെ എനിക്ക് ഇമ്മച്യൂറായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ടൊരു വ്യക്തി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി ഉള്ള വ്യക്തികളെ കുറിച്ച് പറയാം. ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ പേഴ്സൺ ലേശം ഇമ്മച്യൂർഡായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അവരൊരു ഒന്ന് ദേഷ്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് അവർക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു നിങ്ങൾക്കൊരു മെച്യൂരിറ്റിയോടെ അല്ല അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയാം. കുറച്ചൊക്കെ ഒരു കുട്ടികളി പോലെ, ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല കുറച്ച് പേർക്ക്, അങ്ങനെയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്നത് മേ ബി പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ, അതായത് ഒരു കൺട്രോളിങ് എനർജി കൂടി എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് മാത്രമല്ല, കുറച്ച് പേർക്ക് ഫ്ലേർട്ടി എനർജി ഉണ്ട് എനിക്ക്. ഫ്ലേർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ലൈക്ക് ഒരു ടൈം പാസ് പോലെ, അതായത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല റിലേഷൻഷിപ്പിനെ. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ള പേഴ്സണിനെ പറ്റി വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ലൈക്ക് പ്രോപ്പറായിട്ട് ഏസ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതിനുള്ള അവർ തയ്യാറല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റിന് തയ്യാറല്ല. അത് നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, അവരത് അഗൈൻ ആ കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്തവർക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഓൾറെഡി
മാരീഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മാരീഡ് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഒരാൾ സിംഗിൾ ഒരാൾ മാരീഡ്, വോട്ടെവർ എന്ത് തന്നെ സിറ്റുവേഷൻസ് ആയാലും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് പേഴ്സൻ്റെ ഭാഗത്ത്. അപ്പോൾ അത് മാരേജ് കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർ എന്നോട് സിൻസിയറായിട്ട് നിൽക്കണം, ആത്മാർത്ഥമായിട്ട് നിൽക്കണം, എന്നോട് മാത്രമായിട്ടുള്ള ഒരു നമ്മൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത് അല്ലേ? സോ ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളോട് എഫേർട്ട് ഇടുക, നിങ്ങളോട് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ബട്ട് ഇവിടെ അതായത് നമ്മൾ പറയില്ലേ, ഒരു ടെൻഷനും ഇതില്ലാതെ നമുക്ക് നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് എന്താണ്, എനിക്ക് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ എന്നോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമോ, മാരേജ് ചെയ്യുമോ, അതോ എന്താ, നമുക്കൊരു കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോഴും ഒരു ടെൻഷനിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും. സോ അതല്ലാതെ ശരിക്കും ഒരു പ്രോപ്പറായിട്ട് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു ആഗ്രഹിക്കുന്ന പോലെ ഹൈറഫൻ്റ് ഉണ്ട്. നിങ്ങൾ കുറേ പേര് ട്രഡീഷണൽ മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണ് ശരിക്കും ഒരു മാരേജ് ചെയ്യണം, ഓക്കെ, പ്രോപ്പറായിട്ട്, അതാണ് ഒരു ബന്ധം എന്നാണ് നിങ്ങളുടെ ഒരു സങ്കല്പം. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പോയിട്ട് മുന്നോട്ട് പോയി അത് മാരേജ് എന്ന രീതിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം, മേ ബി അത് അവർ മാരീഡ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു തടസ്സം ഉണ്ടാവാം നിങ്ങളുടെ ഇടയിൽ. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവർ മാരീഡ് ആയിരിക്കാം, അങ്ങനെ ഒരു തടസ്സം ഇവിടെ ഇടയിൽ കാണുന്നുണ്ട്. സോ ചില ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഇഷ്യൂസ്, അതായത് ഇപ്പോൾ നമ്മൾ പറയില്ല, സൊസൈറ്റിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം. മറ്റുള്ളവരെ മുമ്പിൽ അതൊരിക്കലും പറയാനോ ഇതാക്കാനോ പറ്റില്ലായിരിക്കാം. സോ കുറച്ച് പേർക്കൊക്കെ റിലീജിയൻ വേറെ ആയിരിക്കും, ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസും കാണുന്നുണ്ട്. സോ ഇത് ഇപ്പോൾ ഉള്ള ബന്ധത്തിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതുപോലെ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തി ഇനി ആരെങ്കിലും പുതിയതായിട്ട് വരുവാണെങ്കിലും മേ ബി എവിടെയോ അവിടെ ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു കുറവുണ്ട്, ഓക്കെ, അതായത് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കുറവ് എനിക്ക് കാണുന്നുണ്ട്. അതിൻ്റെ തടസ്സങ്ങളും ഉണ്ട്, റീസണുകൾ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഡെത്ത് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഓൾറെഡി ഒരു ബന്ധത്തിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ മാറി നിൽക്കുന്നതായിരിക്കാം, നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം. ഒരു സിറ്റുവേഷൻ്റെ ഒരു എൻഡിങ് എന്ന രീതി കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു അകൽച്ച, ഓക്കെ, കുറച്ച് പേർക്ക് സെപ്പറേഷൻ, കുറച്ച് പേർക്ക് ടോട്ടലി വിട്ടുപോയി, അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് പോയി കാണാം. ഓക്കെ, ഐ തിങ്ക് ഇവിടെ പക്ഷെ അത് നിങ്ങളിപ്പോൾ ക്വീൻ ഓഫ് വോൺസ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഡെത്ത് എപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻഡിങ് എന്ന് മാത്രം വിളിക്കാൻ പറ്റില്ല, എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് വിളിക്കുക, ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത്. സോ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ മുന്നോട്ട് എന്തായാലും ഒരു സിറ്റുവേഷൻ ചേഞ്ച് വരാനുണ്ട്. അത് ആ മാറ്റം എങ്ങനെ വരും? ഓക്കെ, അതായത് ഇപ്പോൾ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, പേഴ്സൺ നിങ്ങളോട് ഉറച്ചു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വേറെ ബന്ധത്തിലാണെങ്കിലും ശരി, വേറെ ഇപ്പോൾ ഫാമിലി സമ്മതിക്കുന്നില്ല, എന്ത് കാര്യമായാലും ഓക്കെ, ഇവിടെ ഒരു മാറ്റം വരേണ്ട സമയമായി. ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ചില ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ കുറച്ച് ചേഞ്ചസ് വരണം, നിങ്ങളുടെ ഭാഗത്തും മാറാനുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒരു സമയമാണിപ്പോൾ. ഇവിടെ ഒരു നിങ്ങൾ തമ്മിൽ എൻഡായി എന്ന് പറയുമ്പോൾ അത് ഫുള്ളി എൻഡായി എന്ന രീതിക്ക് എടുക്കാൻ പറ്റില്ല. കുറച്ച് പേർക്ക് ടോട്ടലി എൻഡായിട്ടുണ്ടാവാം, മേ ബി കുറച്ച് വളരെ ചുരുക്കം പേർക്ക്, കയ്യിലെണ്ണാവുന്ന അല്ലെങ്കിൽ പറയില്ല വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രം എൻഡിങ് ആയിരിക്കും ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് എൻഡായി പോകുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് അത് പോകേണ്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അല്ലാത്തവർക്ക് എനിക്ക് കാണുന്നത് നിങ്ങളുടെ എൻഡ് ആയിട്ടില്ല, വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ക്വീൻ ഓഫ് വോൺസ് എനർജിയിലാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഓക്കെ, നിങ്ങൾ എവിടെയോ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു അഡ്വൈസാണ് വരുന്നത്. നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ചു തുടങ്ങാം. നിങ്ങൾ വളരെ ആക്ച്വലി നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ധൈര്യമുണ്ട്, നിങ്ങൾക്ക് കഴിവുകളുണ്ട്, നിങ്ങൾ കാണാൻ ചിലപ്പോൾ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് പക്ഷേ എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഡൗട്ട് വരികയാണ്. നിങ്ങൾ അവനവനെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നില്ല. ആൻഡ് ആ പേഴ്സൺ എവിടെയോ കാണുന്നുണ്ട്, ശരിക്കും ഈ വാല്യൂ ഒക്കെ പേഴ്സൺസ് അവർ കാണുന്നുണ്ട്, മറ്റേ വ്യക്തി കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാത്തത്. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയുന്നത് ക്വീൻ ഓഫ് വോൺസ് എനർജിയിലേക്ക് വരാനാണ്. എന്നാലേ ഈ ഒരു മാറ്റം സംഭവിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ആ ഒരു നിങ്ങളുടേതായ ഒരു കോൺഫിഡൻസിൽ നിൽക്കുക, സെൽഫ് ലവിൽ നിൽക്കുക. ഈ ഒരു പേഴ്സണിനെ തന്നെ നിങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ചേസ് ചെയ്യാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഓക്കെ, അവർ കാണുന്നുണ്ട്, തീർച്ചയായിട്ടും അവരെല്ലാം അറിയുന്നുണ്ട്, അവർക്കറിയാം നിങ്ങളുടെ വാല്യൂ, പക്ഷെ നിങ്ങളാണത് മനസ്സിലാക്കാത്തത്. ഓക്കെ, ആൻഡ് ഇതിൽ മുന്നോട്ട് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. പുതിയ വ്യക്തികൾ വരുവാണെങ്കിൽ ഓക്കെ, അത് ഞാൻ പിന്നീട് പറയാം. ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓവറോൾ പറയാം. ഈ ബന്ധത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, ലവ് ലൈഫിൽ നിങ്ങൾക്ക് എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് വരുന്നുണ്ട്, ഗുഡ്. നൈറ്റ് ഓഫ് സോട്സ് വരുന്നുണ്ട്, എല്ലാം നൈറ്റ് എനർജിയാണ്. ജഡ്ജ്മെൻറ്റ്, ഓക്കെ, ആൻഡ് കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ,
വൺ മോർ ചാരിയറ്റ്. ഓക്കെ, ഗുഡ്. മജീഷ്യൻ. സി, ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണം ഈ ബന്ധത്തിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നേടാനുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിന് വേണ്ട കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക, വിൽ പവർ. ഓക്കെ, റിസോഴ്സ്ഫുൾ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വളരെ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിപ്പോൾ ഈ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, ലൈഫിലായാലും ശരി, നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, പക്ഷേ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതാ പ്രശ്നം. ഓക്കെ, നിങ്ങളുടെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, തിരിച്ചറിയൂ. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, സോ എനിവേ ഇവിടെ എനിക്ക് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ ഈ വ്യക്തി തന്നെ, അല്ലെങ്കിൽ വേറെ വ്യക്തി, പുതിയൊരു വ്യക്തി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഒരു ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എൻഡായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് ചെറുതായിട്ടോ, കൂടുതലല്ല ചെറുതായിട്ട് ഒരു മാറ്റം എനിക്ക് കാണുന്നുണ്ട്. അവർ ആ ഒരു പ്ലെയർ എനർജിയിൽ നിന്ന്, ഓക്കെ, ഒരു ഫ്ലേർട്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് കുറച്ചുകൂടി അവർ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന രീതി കാണുന്നുണ്ട്. പെൻറ്റിക്കിൾസ് പറയുമ്പോൾ തന്നെ നമ്മളൊരു കുറച്ചുകൂടി സ്റ്റേബിളായി, ഒന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടി അവർ ചിന്തിക്കുന്ന രീതിക്കാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വളരെ സ്ലോ എനർജി എന്ന് പറയും നമ്മൾ. ഓക്കെ, അതായത് മെല്ലെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ആ ചേഞ്ച് വരണമെങ്കിൽ നിങ്ങൾ ഈ ലെവലിൽ നിൽക്കണം, മറക്കരുത്. ഈ ഒരു പോയിന്റ് ഞാൻ ഇതിനെ എങ്ങനെ എന്താ പറയുക, വീഡിയോയിൽ എഡിറ്റിംഗ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കാൻ പോലെ ചെയ്യാം. ക്വീൻ ഓഫ് വോൺസ് എനർജിയിൽ നിങ്ങൾ നിൽക്കണം. ഓക്കെ, അതിപ്പോൾ ജെൻസ് ആയാലും നിങ്ങളുടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട്, അതായത് നിങ്ങളുടെ സെൽഫ് വാല്യൂ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിൽക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു മാറ്റം നിങ്ങൾക്ക് കാണും. അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഒരു കമ്മിറ്റഡ് ലെവലിലേക്ക് വരുന്നതായിട്ട് കാണും. പക്ഷേ എത്ര പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഓക്കെ, സ്ലോലി മാറ്റങ്ങൾ വരും, മെല്ലെ ചേഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്, പക്ഷെ അപ്പോഴും ചില സമയത്ത് അവർ വീണ്ടും ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, കുറച്ച് പേർക്ക് ഓക്കെ മേ ബി 2 വ്യക്തികൾ വരുന്നതായിരിക്കും കേട്ടോ. സോ ഐ ഡോണ്ട് നോ, സംഭവം എനിക്ക് കാരണം കുറേ നൈറ്റ്സ് വന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ചെറിയൊരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നല്ല ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻ വരും. പക്ഷെ അതിലും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഒന്ന് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ആയിരിക്കും, അതായത് ഒരാൾ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടുണ്ടാവും, ഒരാൾ കുറച്ചിങ്ങനെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന രീതിക്ക് ഉണ്ടാവും. സോ അതിൽ ഏത് വേണമെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഓക്കെ, എനിവേ, സോ ഇവിടെ കുറച്ച് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിങ്ങളോട് മാറ്റങ്ങൾ വരുമ്പോഴും ഇടയിൽ ചില സമയത്ത് അവരെ ഭാഗത്തുനിന്ന് ഒരു ഇൻ ആൻഡ് ഔട്ട് ഉണ്ടാവും. ഓക്കെ, അവരതായത് നിങ്ങളോട് കുറച്ച് ചിലപ്പോൾ നന്നായിട്ട് അടുപ്പം വരുന്ന പോലെ തോന്നും, പിന്നെയും പുറകോട്ടാവും. ഓക്കെ, ഒന്ന് അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ശരിയോ എല്ലാം ഒന്ന് ഓക്കെ ആവുന്നു എന്ന് നമ്മളൊന്ന് സമാധാനിച്ച് വരുമ്പോഴേക്കും അവർ ചിലപ്പോൾ പുറകോട്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അഗൈൻ നിങ്ങളുടെ ആ ഒരു വാല്യൂ നിങ്ങൾ വിട്ട് കളിക്കരുത്. ഓക്കെ, നിങ്ങൾ അവരെ ചേസ് ചെയ്യുക. അങ്ങനെ അവർ ചെയ്യുമ്പോൾ എന്താകും, നിങ്ങൾ ആങ്ഷ്യസ് ആവും, നിങ്ങൾക്കൊരു പേടി പിടിക്കും അല്ലേ, നിങ്ങൾക്ക് തോന്നും വീണ്ടും തുടങ്ങിയോ, എന്നെ വിട്ടു പോവോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന എനർജി അല്ലെങ്കിൽ ഇങ്ങനെ വരിക, അതായത് ആ ഒരു നിങ്ങളുടെ കോൺഫിഡൻറ്റ് ലെവലിലേക്ക്, നിങ്ങൾ സെൽഫ് ലവിലേക്ക് നിൽക്കുക. ഒരിക്കലും ഇനി ഞാൻ അങ്ങോട്ട്, അവർ എന്നോട് ഇങ്ങോട്ട് കാണിക്കട്ടെ, എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, എന്നോട് ഇങ്ങോട്ട് സംസാരിക്കട്ടെ, ഇങ്ങോട്ട് വേണമെങ്കിൽ വരട്ടെ എന്ന രീതിക്ക് നിങ്ങൾ കുറച്ച് നിൽക്കുക. അവർ അങ്ങനെ കുറച്ച് ദിവസം സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളപ്പോഴേക്കും കൂടുതൽ ഓവർ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും. അവരൊന്ന് സംസാരിച്ച് വരുമ്പോൾ നിങ്ങളപ്പോഴേക്കും പഴയ പോലെ കൂടുതൽ അടുപ്പത്തിലേക്ക് അഗൈൻ, പക്ഷെ അവരും അപ്പോൾ പുറകോട്ട് മാറുകയും ചെയ്യും. സോ ഇത് വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുക നിങ്ങൾ. പക്ഷെ ഇവിടെ ജഡ്ജ്മെൻറ്റ് സമയമുണ്ട്. സോ പേഴ്സൺ യെസ് അങ്ങനെ ഒരു അവസരം വരും. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ് വിടാതെ നിന്ന് കഴിഞ്ഞാൽ പേഴ്സണൽ മാറ്റങ്ങൾ വരും. ഓക്കെ, അവർ കുറച്ച് റിയലൈസേഷൻസ്, ഡെത്ത്, ഹൈറോഫെൻഡർ ഇതൊക്കെ പറയുന്നത് ഒരു കുറേ കൂടി ഒരു വ്യക്തിയിൽ വരുന്ന ഒരു മെച്യൂരിറ്റിയുടെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, അവർ കുറേ കൂടി ചിന്തിക്കാൻ തുടങ്ങുന്ന പോലെ, അവർ ന്യായം ചെയ്യണമെന്ന് ചിന്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തെറ്റായതുണ്ടെങ്കിലും എല്ലാം അവർ ആരാണ് എനിക്ക് നല്ലതല്ലാത്തത്, ഞാൻ ചെയ്യുന്നതിൽ തെറ്റെന്താ, എല്ലാം അവർ കുറേ റിയലൈസേഷൻസ് അവർക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കി ഒരല്പം ഡിസ്റ്റൻസ് വെച്ച് നിങ്ങൾ നിൽക്കുക, ബൗണ്ടറി വെച്ച് നിൽക്കുക. ബൗണ്ടറി വെക്കുക എന്നാണ് അതിന് പറയാം. ഇവിടെ അവേക്കനിങ് എന്ന് പറയുന്നുണ്ട്, റെക്കനിങ്. നിങ്ങളുടെ പേഴ്സൺ യെസ് തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, അവർ പക്ഷെ അതൊരു എളുപ്പത്തിലുള്ള പ്രോസസ്സ് അല്ല, അത് മനസ്സിലാക്കുക. അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന് നിങ്ങൾക്ക് തോന്നും ഓക്കെ ശരിയായി വരുന്നു എന്ന് തോന്നിയാൽ പിന്നെ അപ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് ഓവർ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും അവർ ഈ നൈറ്റ് ഓഫ് സോഡ്സ് എനർജിയിലേക്ക് പോകും. ഓക്കെ, അവർ വീണ്ടും ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ആൻഡ് അങ്ങനെ അവർ ചെയ്താലും നിങ്ങൾ ബോദർ ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ ടെൻഷൻ ആവാൻ നിൽക്കരുത്. ഓക്കെ ശരി, പിന്നെയും തുടങ്ങിയോ, പൊക്കോ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആക്കാൻ പഠിക്കുക. ഓക്കെ, എവിടെയും പോകാൻ പോകുന്നില്ല, എനിക്കറിയാം തിരിച്ച് ഇവിടെ തന്നെ വരും എന്ന് മനസ്സിലാക്കാം. എനിവേ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്.
കിങ് ഓഫ് കപ്സ് എനർജിയിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് വളരെയധികം ഡിവോട്ടഡ് ആണ്, നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ശരിക്കും നിങ്ങളോട് സ്നേഹം എന്ന രീതിക്കുണ്ട്, എല്ലാ എനർജി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നം, കിങ് ഓഫ് കപ്സ് അധികം ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് കാരണം ഈ ഒരു മാറ്റം വരുമ്പോൾ അവർക്ക് പഴയത് വിട്ട് കളഞ്ഞ ഒരു പുതിയതിലേക്ക് മാറി വരുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഭയങ്കര ഓവറായിട്ട് എക്സ്പ്രസീവ് ആയിരിക്കില്ല. അവർ തുറന്നങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നുള്ള രീതിക്ക് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. ഓക്കെ, കാരണം ഒന്നാമത് മടിയുണ്ടാവും, ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തതല്ലേ, ഇനി എങ്ങനെയാണ് ഞാനിങ്ങനെ മാറ്റി പറയാം എന്നൊക്കെ ചിന്തകളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അവർ ലേശം ഇമോഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്ത് വെക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ചാരിറ്റ് ഉണ്ട്, പക്ഷെ നല്ല നമുക്കൊരു പോസിറ്റീവായിട്ട് മൂവ്മെൻറ്റ് മുന്നോട്ട് നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, ചേഞ്ചസ് വരും. അവർ റൈറ്റ് കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അത് ചൂസ് ചെയ്യുന്ന രീതിക്കാണ് കാണുന്നത്. മൂവിങ് ഫോർവേഡ്, യെസ്, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന രീതി കാണുന്നുണ്ട്. മജീഷ്യൻ ഉണ്ട്, ഇത് പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് കഴിവ് കിടക്കുന്നത്, അത് മനസ്സിലാക്കാം. ഓക്കെ, പേഴ്സൺ മജീഷ്യനായിട്ട് എന്ന് വെച്ചാൽ അവർ ജസ്റ്റിസ് ഉണ്ട്. ഓക്കെ, അവർക്ക് തിരിച്ചറിയണം എന്നിട്ട് അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ നമ്മൾ പറയില്ലേ യൂണിവേഴ്സായിട്ട് ചിലത് കാണിച്ചു കൊടുക്കും. അങ്ങനെയായിരിക്കാം. കർമ്മ എന്നുള്ളതിൻ്റെ ലോ ഉണ്ട്. എന്താ പറയുക, സോറി ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി പെട്ടെന്ന്. എന്തായാലും പേഴ്സൺ തിരിച്ചറിയും നിങ്ങളുടെ വാല്യൂ എന്ന രീതിക്കാണ്. പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോഴേ അവരും തിരിച്ചറിയുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ബന്ധം വരുന്നതായിട്ട് ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ ഉള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും അവിടെയും, പക്ഷേ ഓരോ ബന്ധവും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പുതിയത് വന്നാലും നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിന്നാൽ മാത്രമേ നല്ല രീതിക്ക് മുന്നോട്ട് പോകും. അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഞാൻ റൊമാൻസ് ഏഞ്ചൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച് ഏഞ്ചൽസ് എന്താ പറയുന്നത്. ഇത് റൊമാൻസ് ഏഞ്ചൽസ് കാർഡ്സ് ആണ് ഇതിന് പറയുക കേട്ടോ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് എന്താ പറയുന്നത്, നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച് എന്താ പറയുന്നത്. പാഷൻ, പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. റിലീജിയസ് ഫാക്ടേഴ്സ്, യെസ്, ഹൈറോഫനെ ഞാൻ നേരത്തെ പറഞ്ഞു. അൺറിക്വൈറ്റഡ് ലവ്, ഓക്കെ. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് ദിസ് കുഡ് ബി ദ വൺ എന്ന് പറയാൻ ട്രസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കുറച്ച് എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. ഓക്കെ, കുറേ പേര് കാണുന്നതാണ്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ട് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, ഇപ്പോഴത്തേക്ക് ടേം ആണല്ലേ ഈ റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങളുടെ കാലത്തൊന്നുമില്ല. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ബന്ധം നല്ലതല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ചില ബിഹേവിയർ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ചില കാണിക്കുന്ന സ്വഭാവങ്ങളായിരിക്കാം, അവരുടെ നേച്ചർ ആയിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് മാറരുത്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, ആൻഡ് ഇവിടെ കുറച്ച് പേർക്ക് അൺറിക്വൈറ്റഡ് ലവ് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ അതിൽ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. ഡെത്ത് കാർഡ് ഞാൻ പറഞ്ഞിരുന്നു. സോ കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു എൻഡിങ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് ചില ബന്ധങ്ങൾ വിട്ടുപോകാനുള്ളതായിരിക്കാം. ഓക്കെ, സോ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ. കുറേ പേർക്ക് നോർമലി പറയുന്ന കുറേ പേർക്ക് ഇവിടെ റിലീജിയസ് കാര്യങ്ങൾ, ഹൈറോഫനിയ എന്നർത്ഥം പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ അവർ മാരീഡ് അല്ലെങ്കിൽ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ബന്ധങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലീജിയൻ വേറെ ആയിരിക്കാം. സോ അങ്ങനത്തെ തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കാണുന്നുണ്ട്. പാഷൻ, അഗൈൻ നിങ്ങൾ തമ്മിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ആൻഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് പറയുന്നുണ്ട്. ദിസ് കുഡ് ബി ദ വൺ എന്നുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള പേഴ്സൺ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനുള്ള സാധ്യതയാണ്. ആ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്ന രീതിക്കും കാണുന്നുണ്ട്. സോ രണ്ട് കാറ്റഗറിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്ത്. ഒന്ന്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില ബന്ധങ്ങൾ, ഇപ്പോൾ ഓൾറെഡി ഉള്ള ബന്ധം ചിലപ്പോൾ എൻ്റെ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ വരാനുള്ള സാധ്യതയാണ്. കുറച്ച് പേർക്ക് അഗൈൻ ഈ പേഴ്സണുമായിട്ട് തന്നെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്ന രീതിക്കുണ്ട്. ഓക്കെ, സോ ദിസ് കുഡ് ബി ദ വൺ എന്നും പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഇത് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. സോ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, അതായത് അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി വരും. സോ മനസ്സിലാക്കി പറ്റിയാൽ മുന്നോട്ട് പോവുക. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ചുള്ള റീഡിംഗ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടി കാണുന്നു വിചാരിക്കുന്നു. പേഴ്സണൽ റീഡിങ്സ് താല്പര്യമുള്ളവർ വരൂ, അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വരൂ. ഓക്കെ, നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.